യുക്രൈൻ വെടിനിർത്തൽ ധാരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. US പ്രതിനിധികൾ റഷ്യ യുക്രൈൻ പ്രതിനിധികളുമായി ചർച്ച നടത്തും. സൗദി അറേബ്യയിൽ വെച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നതായി ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചിരുന്നു. സൗദി അറേബ്യയിൽ ഇന്നു മുതലാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. ഒരു മാസം നീളുന്ന വെടിനിർത്തൽ കരാർ റഷ്യയ്ക്ക് നിർദ്ദേശം നൽകണം എന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ ധാരണ യുക്രൈൻ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ ധാരണ നടപ്പാക്കാൻ തയ്യാറല്ല എന്നായിരുന്നു റഷ്യയുടെ പ്രതികരണം. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വഴിവെച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വെടിനിർത്തൽ ഇല്ലെന്ന നിലപാടാണ് പുടിൻ സ്വീകരിക്കുന്നത്. മാത്രമല്ല, വിദേശ ഇടപെടൽ യുക്രൈനു വേണ്ടി ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്നും പുടിൻ നിലപാടെടുക്കുന്നു. വെടിനിർത്തൽ ധാരണ നടപ്പിലായാൽ അപ്രതീക്ഷിതമായി റഷ്യ യുക്രൈനെ ആക്രമിക്കുമെന്ന് ബ്രിട്ടൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല, 26 യൂറോപ്യൻ രാജ്യങ്ങളുടെ സഖ്യവും യുക്രൈനു വേണ്ടി രൂപീകരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിലപാട് ഘടിപ്പിച്ച് പുടിൻ രംഗത്തെത്തിയത്. ഇതേ തുടർന്നാണ് പുടിൻ സമാധാനം ആഗ്രഹിക്കുന്ന നേതാവാണെന്നും ബ്രിട്ടനെ ആശങ്കപ്പെടുത്തുന്ന നടപടി റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കുന്നത്. റഷ്യൻ ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്ന യുക്രൈന്റെ പ്രവിശ്യകളെ സംബന്ധിച്ച തർക്കമാണ് യുദ്ധത്തിൽ കലാശിച്ചത്. ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പുടിൻ ആവശ്യപ്പെടുന്നതും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.